ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഹൗ മച്ച് ഡസ് പപ്പ നോ അബൌട്ട് മീ. അതാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ടെറസിൻ്റെ മുകളിലിരുന്നാണ്. അതുകൊണ്ട് തന്നെ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം എനിക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒച്ചയിൽ ഞാൻ സംസാരിക്കേണ്ടി വരും. പപ്പ പിന്നെ നല്ല ഒച്ചത്തിൽ സംസാരിക്കും. പപ്പയ്ക്ക് അറിയത്തില്ല നമ്മൾ എന്ത് വീഡിയോ എടുക്കുന്നതെന്ന്. പപ്പയോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്പയോട് എന്താണ് ഗെയിം എന്ന് പറയാം. അപ്പം നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാം. ഗെയിം കളിക്കാൻ പോവാം. കേൾക്കുന്നുണ്ടോ? അതായത് ഇപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പപ്പയോട് ചോദിക്കും. അപ്പോൾ പപ്പ അതിന് മറുപടി പറയണം, ആൻസർ പറയണം. പപ്പയ്ക്ക് അറിയത്തില്ലെങ്കിൽ പറയാൻ ശ്രമിക്കണം. എന്തെങ്കിലുമൊക്കെ ഊഹിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പായിരിക്കും ഇവിടെയൊക്കെ. അപ്പം എന്തോ ചോദിക്കാൻ പോകുന്ന വെച്ചാൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. എന്നെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും കഴിയുമ്പം പപ്പയ്ക്ക് എന്തും മാത്രം എന്നെ അറിയാം എന്നുള്ളത് മനസ്സിലാവും. പപ്പയ്ക്ക് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം കേട്ട് കഴിയുമ്പോൾ പപ്പയ്ക്ക് എന്തുമാത്രം എന്നെ പറ്റി അറിയാമെന്ന് പപ്പയ്ക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പപ്പായ്ക്ക് അറിയാമല്ലോ എനിക്ക് യൂട്യൂബ് ചാനലുള്ളതും പപ്പ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് പപ്പയോട് ചോദിച്ചു തുടങ്ങാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട കളർ മഞ്ഞ. ഞാൻ ആൻസർ കൂടെ പറയാം. മഞ്ഞ എനിക്ക് ഇഷ്ടമാണ്. മഞ്ഞ കളറിലെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമുള്ള. മഞ്ഞ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. ആദ്യമായിട്ട് ചോദിക്കത്തില്ല. അപ്പൊ അതേപോലെ പറയാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ക്ലൂ തരാം. ഞാൻ പപ്പയോട് എപ്പോഴും പറയും അത് വാങ്ങിക്കാനെന്ന്. പപ്പയായിരിക്കും ഇവിടെ എല്ലാം പറയും. എപ്പോഴും പറയും. ഞാൻ എന്തെങ്കിലും പുറത്തു പോകുമ്പോ പപ്പ വാങ്ങിക്കണേന്ന് പറയും. ഒരു ഫുഡ് ഐറ്റം. പൂരിയാണോ? അല്ല, പൂരി ഞാൻ ചുമ്മാ പറയാ. പൂരിയൊന്നും ഞാൻ അപ്പയുടെ കരിയറിൽ ഇതുവരെ കഴിക്കുന്ന ഒരു സാധനം ഒത്തിരി ആയിട്ടുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതല്ലേ പറഞ്ഞ പപ്പ ആയിരിക്കും ഇവിടെ ഇഷ്ടം എന്നോ വാങ്ങിപ്പിക്കും. എന്നാലും പപ്പ ഇവിടെ വരുമ്പോഴേ പുറത്തോട്ട് പോവാന്ന് പറയുമ്പോ ഞാൻ പറയും പപ്പ അത് വാങ്ങിച്ചോണ്ട് വരണേന്ന്. കിട്ടുന്നില്ലെങ്കിൽ വിട്ടേക്ക്. എന്തോന്ന് പറയട്ടെ? കൊഞ്ച്. അതാ ഞാനെന്താ ഈ ബേക്കറി സാധനം ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ എന്നോട് പറയണ്ടായോ? ശരിയാ. മീനായിട്ട് ഒന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു വെച്ചാൽ ഞാനത് പറയാം. അത് അങ്ങനെ ആദ്യമേ ഇത് എന്നോടൊന്ന് പറയണമായിരുന്നു. അന്നേരം ഞാൻ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഓടി കാര്യങ്ങളങ്ങനെ. അതല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ബോയ്സ് അല്ല, പെമ്പിള്ളേർ. ഒന്ന് പറയുമ്പോ ഒന്ന് ഗൗരി, പിന്നെ ഭാഗ്യ. അല്ല, ഒരാള് ഗൗരി, ഒരാളാരാ? ഭാഗ്യ അല്ല. ഒരാള് ഗേള്, ഒരാള് ബോയ്. അങ്ങനെ അല്ലല്ല, ഒരാള് ഗൗരി, രണ്ടും ഗേള്. അപ്പൊ ഒന്ന് ഗൗരി. ഗൗരി അടിച്ചു വെച്ചേക്കോ. ഒന്ന് സീതയാണോ? അതെ. പപ്പയ്ക്ക് 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് 10ാം ക്ലാസ്സിൽ ക്യാമറയിൽ നോക്കുന്നുണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ 9 A+ഉം 1 A ഉണ്ടായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 A. അപ്പൊ എനിക്ക് A ആയി പോയ സബ്ജക്ട്, അതായത് ഒരു സബ്ജക്റ്റിന് A ആയി പോയി. ആ സബ്ജക്ട് ഏതാണെന്ന് പറയണം. അത് ഫിസിക്സ് ആണോ?
കറക്റ്റ് അത് പിന്നെ അത് അതിന് അരമാർക്കിനുള്ള വ്യത്യാസമേ ഉള്ളൂ. മാർക്കിലുള്ള വ്യത്യാസം അരമാർക്കിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പ്ലസ്. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് തന്നെ കണക്കാക്കാം. ഇപ്പൊ കാരണം ഇവരുടെ സാറ് വിളിച്ചിട്ട് പറഞ്ഞ അരമാർക്കിന്റെ കുറയുള്ള വേറൊരു ഒരു അരമാർക്കിന്റെ കുറവുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു വിജയമായിരുന്നു. ഓക്കെ പുകഴ്ത്തി പറയണുള്ള. അടുത്തത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്ഡേ എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പം സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ അല്ല, ആഗസ്റ്റ് 18. ആ കറക്റ്റ്. വീണ്ടും പപ്പ അന്ന് സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും. പിന്നെ എനിക്കിപ്പോഴേ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ പേരാ ഇട്ടത്. അപ്പൊ ഈ പേരല്ലായിരുന്നെങ്കിൽ ഒരു പേര് എനിക്ക് ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേതാണെന്ന് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുമ്പം പിന്നെ നിന്റെ അമ്മ പറഞ്ഞ ശ്രീലക്ഷ്മി നമുക്കിടാവുള്ളൂ, അങ്ങനെ തീരുമാനിച്ചേ. പക്ഷെ ഞാൻ കരുതി വെച്ചൊരു പേരുണ്ടായിരുന്നു. അത് ആര്യാന്നിടാൻ പറ്റിയ ആര്യ കൃഷ്ണനും ഹരികൃഷ്ണനും ഇങ്ങനെ ഇടാൻ പറ്റിയ. അറിയോ? ഇല്ല അറിയത്തില്ല. അന്നേരം പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മി എന്നിടാന്ന് പറഞ്ഞു. അത് ആര്യകൃഷ്ണൻ എന്നാണ് എനിക്ക് ഇടാൻ വെച്ചിരുന്ന പേര്. പക്ഷെ എനിക്ക് ശ്രീലക്ഷ്മിയെ ഇഷ്ടമല്ലേ. അതല്ലേ ശ്രീലക്ഷ്മി എന്ന് വെച്ചാൽ അമ്മ സെലക്ട് ചെയ്ത പേര്. അത് മതിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അന്ന് എതിർക്കാൻ പോയില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആര്യകൃഷ്ണനോട് ചേർച്ച ഉണ്ടല്ലോ എന്ന് വിചാരിച്ച. പക്ഷെ അത് കുഴപ്പമില്ല. അപ്പൊ ശ്രീലക്ഷ്മി എന്നാ നല്ലത്. ശ്രീലക്ഷ്മിയാണ് നല്ല പേര്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്, ഫ്രൂട്ട്സിനകത്ത് എനിക്ക് ഏതാ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഓമയ്ക്കാണ്. അതെയോ? അത് പപ്പയ്ക്കറിയാം കേട്ടോ. ഞാൻ എപ്പോഴും കാരണം ഞാൻ ഇതുപോലെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അത് പപ്പയ്ക്കറിയാം, നന്നായിട്ട് അറിയാം. അടുത്തത് എനിക്ക് ഇഷ്ടം അല്ലാത്ത ഒരു കാര്യം. ഇഷ്ടമല്ലാത്ത, അതിപ്പോ എന്ത് കാര്യം ആയിക്കോട്ടെ, എനിക്കത് ചെയ്യുന്ന ഇഷ്ടമല്ല, അങ്ങനെ ഒരു കാര്യം. ഇഷ്ടമല്ലാത്തൊരു ഇപ്പോഴേ എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. അങ്ങനെ ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറയുമ്പോ കുറച്ച് ടഫായത്. നിനക്ക് അങ്ങനെ ആരും പിണക്കുന്ന ഒരു കാര്യം ഇഷ്ടമല്ല, അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്. പിന്നെ അതെ, എനിക്ക് ആരെയും അങ്ങോട്ട് ചെന്ന് ഞാൻ പിണക്കാറില്ല. എനിക്ക് ഞാൻ അങ്ങനെ അങ്ങോട്ട് വഴക്കിടുന്ന ഒരാളല്ല. ആരെങ്കിലും ഇങ്ങോട്ടൊന്നും ഞാൻ വിടത്തില്ല. ഓക്കെ, അത് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം. പപ്പയ്ക്ക് അറിയാവുന്ന എനിക്കറിയാം. പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഇപ്പം വെളിരാജ്യത്തിലോട്ടായിരിക്കും. എന്നാലും ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ചിലപ്പം ദുബായ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ലണ്ടൻ ആയിരിക്കും. അങ്ങനെ അതെ, എനിക്ക് ലണ്ടനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം ലണ്ടനിലെ ക്രിസ്മസ് കാണണം. ചിലപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. പക്ഷെ ലണ്ടനിലെ ക്രിസ്മസ് ഡിസംബർ മാസത്തിൽ ഒരു 10 ദിവസം, ഒരു 20 to 30 ദിവസം വരെ, 20 to 30 വരെ എനിക്ക് ലണ്ടനിലെ ക്രിസ്മസ് ഒക്കെ കണ്ട് ലണ്ടൻ വൈബൊക്കെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് പോകാൻ പറ്റുമ്പോൾ എനിക്ക് പപ്പയും കൂടെ കൊണ്ടുപോകാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് പപ്പ ആൻസർ പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായി പോകും. അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, സിനിമാ നടൻ. ഇഷ്ടപ്പെട്ട സിനിമ നടൻ ഇഷ്ടപ്പെട്ട സിനിമ നിനക്ക് ഇപ്പോഴെ സംബന്ധിച്ച് ആസിഫ് അലിയാണ്. ഞാൻ വിചാരിച്ചു അപ്പ അത് പറഞ്ഞില്ലെങ്കിൽ നാറും. കാരണം ഇവര് പണ്ട് ഇവരുമൊരു ഫോട്ടോ എടുത്താണ്. ശരിയാ. അന്നേരം അപ്പ എന്നോട് ചോദിച്ചോട്ടെ ഇത് ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് ആസിഫ് അലിയാന്ന്. ഇന്ന് അപ്പയ്ക്ക് അറിയാലോ, ഇപ്പൊ സിനിമ കണ്ടറിയാം. ഇനി ലാസ്റ്റ്, ഇത് ക്വസ്റ്റ്യൻ അല്ല, ലാസ്റ്റായിട്ട് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ക്വാളിറ്റി, ഒരു നല്ല സ്വഭാവം, പപ്പയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ല സ്വഭാവം. ഇത് എൻ്റെ ചാനലിൽ എല്ലാവരും അറിയട്ടെ എന്ന് ഞാൻ ചോദിക്കണം. ഒരു ക്വാളിറ്റി പറയണം. ആലോചിച്ച് പറഞ്ഞാൽ എടുത്തിട്ട് കുഴപ്പമില്ല. ഇവിടെ സ്വഭാവത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത്രയും നാളായിട്ട് ഞാൻ പിന്നെ തള്ളയില്ലാതെല്ലാം വളർത്തി കൊണ്ടുവന്നില്ല. അന്നേരം പിന്നെ ഇത്രയും സ്വഭാവത്തിനാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം നല്ലതാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്നാലും ഒരു ക്വാളിറ്റി, നല്ലൊരു കാര്യം. അപ്പയെ പറഞ്ഞു പഠിപ്പിച്ചതല്ല കേട്ടോ. അപ്പൊ ആലോചിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനലാന്ന്.
പറയൂ പപ്പ, കാക്കയെ നോക്കരുത്, ക്യാമറ നോക്കി പറയൂ. പടാ എന്റെ ക്വാളിറ്റി പറയൂ. ഞാൻ ചെയ്യുന്നതിനകത്ത് നല്ല കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെട്ടൊരു കാര്യം, നല്ല കാര്യം എന്ന് പറയുമ്പോൾ നീ ചെയ്തിട്ടുള്ള ചലമക്കാരും കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഒരു പപ്പയുടെ ക്വാളിറ്റി മാത്രം പറയുന്നു. അപ്പയ്ക്ക് ക്വസ്റ്റ് മനസ്സിലാകത്തോണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല, ഇപ്പൊ ആൾക്കാരായിരിക്കും എനിക്ക് ക്വാളിറ്റി ഒന്നുമില്ല. സ്വഭാവമാണോ ചോദിച്ചു? സ്വഭാവമാണോ? സ്വഭാവമാ ചോദിക്കുന്നത്. നല്ലൊരു സ്വഭാവം. സ്വഭാവം നല്ല സ്വഭാവം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ സ്വഭാവ ദൂഷ്യത്തിലോട്ട് പോയിട്ടില്ല. അതെ, അങ്ങനെ ഞാനിത് ഈ കാക്കകളായിരുന്നു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പപ്പയും ഞാനും കൂടെ ഉള്ള ഒരു നല്ല മെമ്മറി, പപ്പയ്ക്ക് ഓർമ്മയുള്ള നല്ലൊരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയ്ക്ക് ഒരു അനുഭവം, ഞാനും പപ്പയും കൂടെ ഉള്ളതിൽ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അനുഭവം, ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം പപ്പ ഓർത്ത് വെക്കുന്ന. ഞാൻ ഓർത്ത് വെക്കുന്നു. ആ ക്വസ്റ്റ്യൻ തരുന്നു കേസിനകത്ത് ഇളകി വരുന്നു. ഓർക്കുന്ന സമയം കൊണ്ട് എനിക്കൊന്ന് കിടന്നു. ഇപ്പൊ വീഡിയോ നീട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ താമസക്കാരായിട്ട് നമ്മൾ ഒരു ദിവസം ഈ കടൽ കാണാനായിട്ട് പോയായിരുന്നു. അവിടെ നമ്മൾ പടിഞ്ഞാറ് താമസിക്കും, വലിയിലേക്ക്. അന്നേരം നമ്മൾ ഈ സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പാ പോയത്. അന്നേരം അവിടെ ചെന്നപ്പോ നല്ല ഒരു അനുഭവമായിരുന്നു, ഉല്ലാസം, ഒരു പ്രത്യേക ഒരു. പപ്പ ഓർമ്മയുണ്ട് പപ്പ ഒരു മീനെ പിടിച്ചത്? മീനെ പിടിച്ചു പോയി, അയലെ പിടിച്ചു തോന്നുന്നത്. പിന്നെ അങ്ങനെ നമ്മള് സന്ധ്യ സമയത്ത് കുറെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാനൊരു ഗുഹയ്ക്കകത്തേക്ക് കയറി ഇങ്ങനെ ഒരു സ്വാമി ശരിയാ, അപ്പ ഇല്ലേ അവിടെ ഒരു ഗുഹ പോലൊരു സാധനം ഉണ്ട്. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അറിയാലോ അന്ന് കണ്ടില്ലേ നമ്മള്. അപ്പൊ അതിനകത്തിട്ട് പപ്പ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്ന്, ഇങ്ങനെ ഗുഹയ്ക്കകത്ത് സ്വാമി ഇരിക്കുന്ന പോലെ. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കാം. അതെന്റെ പഴയ മെമ്മറി കാർഡിൻ്റെ അകത്തുണ്ട്. പപ്പ ഇങ്ങനെ ആ ഗുഹയ്ക്കകത്ത് കയറി ഇങ്ങനെ ഇരുന്ന്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ഞാനും ഒച്ചേട്ടനും എല്ലാവരും കൂടെ പോയത്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചോളൂ, കാരണം ഞാൻ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച്. ഇന്ന് എന്തായാലും പപ്പ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ്. പപ്പ ഇതേപോലത്തെ എനിക്ക് ഇഷ്ടമാണ് പപ്പയും കൂടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാനും, കാരണം പപ്പ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പപ്പ വീഡിയോയിൽ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് പപ്പയെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്ധ്യയാകാൻ പോകുന്നു, വെട്ടമൊക്കെ മങ്ങി. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്ന്, ബ്ലിസ് ഓഫീസിൽ പോയിട്ട് വന്നിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചാച്ച പറ, വീഡിയോ കാണണമെന്ന് പറ, വീഡിയോ കാണണമെന്ന് പറ. ഈ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുന്നതാണ്, കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ചാച്ച ബൈ.